വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോ. നമുക്കൊരു ക്രൗഡിൽ ഒരു ഡിഫറെന്റ് ലുക്കിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആണ്. നമുക്കൊരു യുണീക് സ്റ്റൈലിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. ഫാബ്രിക് പറയുകയാണെങ്കിൽ ഷിഫോൺ ജോർജറ്റ് ആണ് സാരിയുടെ ഫാബ്രിക്. അതുകൊണ്ട് തന്നെ ഷിഫോൺ ആകുമ്പോൾ അറിയാലോ, വളരെ ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക്കാണ്, ബോഡി ഹഗ്ഗിങ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ ഫാബ്രിക്. അതിലൊരു ഡിഫറെന്റ് ലുക്കിലാണ് ഒരു ത്രെഡ് വർക്ക് വന്നിരിക്കുന്ന സാരിയിൽ. ഒരു ഓഫ് വൈറ്റ് ത്രെഡ് വെച്ചിട്ട് ഈ ഒരു പാറ്റേണിലായിരിക്കും ഫുൾ ബോഡിയിലും ആ ഒരു ജാൽ പാറ്റേണും പേസ്ലി മോട്ടീവ്സിലും, അതായത് മാംഗോ മോട്ടീവ്സിലും ജാൽ ഡിസൈൻസിലും എല്ലാം നല്ല പാറ്റേണിലാണ് ഒരു ത്രെഡ് വർക്ക് വരുന്നത്. ഇത് പ്രിന്റ് അല്ല കേട്ടോ, ഫുൾ ത്രെഡ് വർക്ക് ആണ് സാരി വന്നിരിക്കുന്നത്. അതേ സ്റ്റൈലിൽ തന്നെ ഒരു സ്കാലപ്പ് എഡ്ജിലായിരിക്കും സാരിയുടെ ബോർഡർ വരുന്നത്. സ്കാലപ്പ് ഫിനിഷിലുള്ള ബോർഡർ ആണ് സാരിക്ക് വരുന്നത്. ബോഡി കംപ്ലീറ്റ് ഈ ഒരു പാറ്റേൺ. പ്ലീറ്റ്സ് വരുമ്പോൾ ആ ഒരു ഹാഫ് പോർഷൻ ഞാനിപ്പോൾ എടുത്ത് കാണിക്കുന്നുണ്ടല്ലോ, ഈ ഒരു ഹാഫ് പോർഷനിലായിരിക്കും ആ ഒരു വർക്ക് വരുന്നത്. അപ്പോ പോർഷൻ വരുന്നത് പ്ലെയിൻ ആയിട്ടായിരിക്കും. കളർ പറയുകയാണെങ്കിൽ ലാവൻഡർ വിത്ത് വൈറ്റ്. സാരിയുടെ ബേസ് കളർ ലാവൻഡർ വന്നിട്ട് അതിൽ വൈറ്റ് ആണ് ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത്. പല്ലു സെയിം പാറ്റേൺ, ബോഡി സെയിം പാറ്റേൺ. ബ്ലൗസ് അവൈലബിൾ ആണ് സാരിക്ക്. ഈ ഒരു പ്ലെയിൻ ലാവൻഡർ വന്നിട്ട് ഈ ഒരു എഡ്ജിൽ വരുന്ന ഈ ഒരു സ്കാലപ്പ് ഈ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ഇതായിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരുന്നത്. ഇതിന്റെ അതിന് ഡിഫറെന്റ് കളേഴ്സ് വരുന്നുണ്ട്. ഇനി അപ്പൊ ഞാൻ ബ്ലൗസ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. സെയിം വർക്ക് തന്നെ കേട്ടോ എല്ലാ സാരീസും വരുന്നത്. ഇത് വരുന്നത് നല്ല സോഫ്റ്റ് പേസ്റ്റൽ പീച്ച് ആണ് സാരിയുടെ കളർ വരുന്നത്. പീച്ചിലും ആ ഒരു വൈറ്റ് ത്രെഡ് എംബ്രോയിഡറി ആണ് ഫുൾ ബോഡി വരിക. അതേ മാംഗോ മോട്ടീവ്സ്, റണ്ണിങ് പല്ലു, ബ്ലൗസ് വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ്. ബ്ലൗസിന്റെ എഡ്ജിൽ ആ ഒരു സാരിയിൽ വരുന്ന അതേ ആ ഒരു സ്കാലപ്പിലുള്ള ആ ഒരു പാറ്റേണിലുള്ള വർക്ക് ആയിരിക്കും ബ്ലൗസിന്റെ എഡ്ജിൽ വരുന്നത്. നമുക്ക് ബ്ലാക്ക് ബ്ലൗസ് ഇട്ടും വൈറ്റ് ബ്ലൗസ് ഇട്ടും ഡ്രേപ്പ് ചെയ്യാവുന്ന നല്ല ബ്യൂട്ടിഫുൾ കോമ്പിനേഷനാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ തീമിലാണ് സാരി വന്നിരിക്കുന്നത്. ബ്ലാക്ക് ബേസിൽ വൈറ്റ് ആയിരിക്കും ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. ഈ ഒരു ലുക്കാണ്. നല്ല എലഗന്റ് ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന പാർട്ടി വെയർ സാരീസ് ആണ്. നമുക്കൊരു ഫംഗ്ഷന് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരീസ് ആണ്. നല്ല സ്റ്റൈലിഷ് ബ്ലൗസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് നമുക്കൊരു ഫംഗ്ഷന് ഡ്രേപ്പ് ചെയ്യാം. വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലാണ് സാരി വന്നിരിക്കുന്നത്. ഇതായിരിക്കും ഈ സാരിയുടെ ഓവറോൾ ലുക്ക് വരിക. നെക്സ്റ്റ് കളർ, സാരി കളറും ഓഫ് ക്രീം തന്നെ, വർക്ക് വരുന്നതും ഓഫ് ക്രീം തന്നെ. അതേ സെൽഫ് കളറിൽ ഫുൾ ബോഡി സെയിം സ്റ്റൈൽ, ഫുൾ ഒരു ത്രെഡ് വുവൺ സ്റ്റൈൽ വിത്ത് റണ്ണിങ് പല്ലു ആൻഡ് പ്ലെയിൻ ബ്ലൗസ് വിത്ത് ഈ ഒരു സ്കാലപ്പ് ബോർഡർ ആയിരിക്കും ബ്ലൗസിന്റെ എഡ്ജിൽ വരും. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ ബേബി പിങ്ക്. സാരിയുടെ കളർ ബേബി പിങ്ക്, സെയിം സ്റ്റൈൽ അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും ഫുൾ ബോഡിയിലും ഒരു ഫ്ലോറൽ പേസ്ലി ഡിസൈൻസിലുള്ള മോട്ടീവ്സ് വിത്ത് പല്ലു ആൻഡ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ നല്ലൊരു സേജ് ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈൽ വർക്ക് വിത്ത് പല്ലു ആൻഡ് ബ്ലൗസ്. എല്ലാ കളേഴ്സും നല്ല നല്ല ഷെയ്ഡാണ്. ഇതും നല്ലൊരു റെയർ ടോണിലാണ് വന്നിരിക്കുന്ന സാരി. ഒരു ബേജും ബ്രൗണും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ ബേസ് കളർ വരുന്നത്. അതിലും അതേ സെയിം പാറ്റേണിൽ തന്നെ ആയിരിക്കും ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് മാംഗോ മോട്ടീവ്സിൽ തന്നെയാണ് വരുന്നത് വിത്ത് റണ്ണിങ് പല്ലു ആൻഡ് ബ്ലൗസ്. അടുത്ത കളർ നല്ലൊരു സിമെന്റ് ഗ്രേ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഒരു ബ്ലൂ ബ്ലെൻഡഡ് ഗ്രേ ആണ് സാരിയുടെ ടോൺ. സെയിം സ്റ്റൈൽ വർക്ക്. നെക്സ്റ്റ് സാരി ലാവൻഡർ ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈൽ തന്നെ അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും വർക്ക് വരിക വിത്ത് റണ്ണിങ് പല്ലു. ലാസ്റ്റ് സാരി ആട്ടോ, നല്ല കളറുമാണ് സാരി വന്നിരിക്കുന്നത്. ഇതൊരു സേജ് ഗ്രീനും സീ ബ്ലൂവും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ കളർ വരുന്നത്. എക്സാക്ട് ഒരു കളർ പറയാനുള്ള ഒരു ബ്ലെൻഡഡ് ടോണിലാണ് സാരി വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈൽ വർക്ക് ആൻഡ് പല്ലു.